നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. എൻഡ് ഓഫ് സീസൺ റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻഡ് ഓഫ് സീസൺ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2023-2024 സീസൺ ഇതോടെ ഒഫീഷ്യലി എന്നെ സംബന്ധിച്ച് ആസ് എ യൂട്യൂബർ ഞാൻ ഇവിടെ അങ്ങോട്ട് ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത സീസണിലെ വിശേഷങ്ങളായിട്ട് വരാം, കോച്ചും ബോർഡുമായിട്ടുള്ള വിശേഷങ്ങൾ വരാം, ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കാം, പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. ബട്ട് ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് ദിസ് സീസൺ. ലെറ്റ്സ് ക്ലോസ് ദിസ് 2023-2024 സീസൺ. കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു പേപ്പർ ഒക്കെ എടുത്തിട്ട് മൊത്തത്തില് അപ്പൊ നമുക്ക് പറയാനുള്ളത് ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് സൈനിങ്, യങ് പ്ലെയർ, ഇംപ്രൂവ്ഡ്, ഡിസപ്പോയിന്റിംഗ് സീസൺ, സർപ്രൈസിംഗ് സീസൺ, ബെസ്റ്റ് ഗോൾ, ബെസ്റ്റ് പെർഫോമൻസ്, വേഴ്സ്റ്റ് പെർഫോമൻസ്, മറിച്ചത് പ്ലെയർ റേറ്റിംഗ്, കോച്ച് റേറ്റിംഗ്. അപ്പൊ നമുക്ക് സമയമല്ല, ഒരുപാട് വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ലെറ്റ്സ് ഗെറ്റ് വിത്ത് 3 അവാർഡ് ഒറ്റയടിക്ക് കരസ്ഥമാക്കുന്ന ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് സൈനിങ്, യങ് പ്ലെയർ ഓഫ് ദ സീസൺ. പിന്നെ വേറെ ഏതെങ്കിലും അവാർഡുകൾ നേടണമെന്നുണ്ടെങ്കിൽ സർപ്രൈസ് ഇല്ല. And that's none other than Mr. Cole Palmer. The Cold Palmer in it എന്ന് പറയുന്ന പോലെ. What a signing this guy has been. What a performance this guy has had. What return of investment this guy has given എന്നൊന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. 40 million ചെൽസി ഫാൻസ് എന്ന് വിചാരിച്ചു ഇറ്റ് വാസ് എക്സ്പെൻസീവ്. സിറ്റി ഫാൻസ് വിചാരിച്ചു ഇറ്റ് വാസ് എ ബ്ലണ്ടർ ബൈ ചെൽസി. ഇന്ന് അതെല്ലാം മാറ്റിമറിച്ചു. ഒരു പക്ഷേ ഇതേപോലെ പെർഫോമൻസ് ഇനിയും കോൾ പാൾമറിന് ഡെലിവർ ചെയ്യാൻ പറ്റട്ടെ സീസൺ ആൻഡ് സീസൺ ഔട്ട്. കാരണം ഹി ഹാസ് ദാറ്റ് ക്വാളിറ്റി, ഹി ഹാസ് എ മെന്റാലിറ്റി. ആ ടീം അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് സൈനിങ്, യങ് പ്ലെയർ ഓഫ് ദ സീസൺ ഒരു സംശയം വേണ്ട. അടുത്ത അവാർഡ് കാറ്റഗറിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് മോസ്റ്റ് ഇംപ്രൂവ്ഡ് പ്ലെയർ, നോ സർപ്രൈസ്, കോണർ ഗാലഹർ. സീസൺ തുടങ്ങുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഞാൻ കോണർ ഗാലഹറിന് ഒരിക്കലും എഴുതിയില്ല ഹിസ് ഗോണ ബി എ റെഗുലർ സ്റ്റാർട്ടർ. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഓൾറെഡി ടീമിൽ ഉണ്ടായിരുന്നു. കോണർ ഗാലഹർ ഒരിക്കലും ഒരു റെഗുലർ സ്റ്റാർട്ടറായിട്ട് ഞാൻ കരുതിയില്ല. 100% അവൈലബിലിറ്റി, ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഓൺ ഹിസ് ടെക്നിക്കൽ സ്കിൽസ്. ബോളുകളൊന്നും അങ്ങനെ ഒരുപാട് ലൂസ് ഔട്ട് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു സീസൺ തുടക്കം കളിച്ച ഒരു ഡബിൾ പിവറ്റിലൊന്നും കാര്യമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളർന്നു വന്ന ആ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഇനിയും ഇഷ്യൂസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ആൻഡ് അറ്റാക്കിലെ ഇഷ്യൂസ് ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്യണം. ബട്ട് മോസ്റ്റ് ഇംപ്രൂവ്ഡ് പ്ലെയർ എന്നെ സംബന്ധിച്ച് ഈസ് നൺ അതർ ദാൻ കോണർ ഗാലഹർ. അടുത്ത കാറ്റഗറി ഡിസപ്പോയിന്റിംഗ് സീസൺ. സത്യം പറയുകയാണെങ്കിൽ 2 പ്ലെയേഴ്സിന് ഞാൻ കൊടുക്കുകയാണ്, ഒന്നില്ലെങ്കിൽ മുഡ്രിക് അല്ലെങ്കിൽ സ്റ്റേർലിംഗ്. പിക്ക് യുവർ ചോയ്സ്. സ്റ്റേർലിംഗിനെ വിമർശിക്കാം, കാരണം മോസ്റ്റ് എക്സ്പീരിയൻസ് പ്ലെയർ. സ്റ്റേർലിംഗ് ഈ സീസണിൽ കാണിച്ച സെൽഫിഷ്നെസിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ തലയിട്ട് അടിക്കേണ്ടി വരും. ഞാൻ പലതവണ തലയിട്ട് അടിച്ചതാണ് ഈ മതിലിലേക്ക്. അവസാനം 1-2 ഇമ്പോർട്ടന്റ് ഗോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള സത്യമാണ്. മുഡ്രിക്കും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കാണിച്ചു, ബട്ട് ഹി ഈസ് നോട്ട് എന്താ പറയണേ റേസ്ഡ് ഹിസ് ലെവൽ ടു അനദർ extreme. So എന്നെ സംബന്ധിച്ച് disappointing season has to be Mudryk or Sterling. Pick your choice. Most surprising signing, ഏറ്റവും സർപ്രൈസിംഗ് സൈനിങ് സത്യം പറഞ്ഞാൽ കോൾ പാൽമറിന് കൊടുക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് മോസ്റ്റ് സർപ്രൈസിംഗ് സൈനിങ് ഹാസ് ബീൻ മാലോ ഗുസ്തോ. കാരണം ഈ ചെക്കനിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. റീസ് ജെയിംസ് ഉണ്ടായിരുന്നില്ല. ഹീസ് ഫിറ്റഡ് ഇൻ ടു ദാറ്റ് സ്ലോട്ട് അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ഞാൻ പ്രത്യേകിച്ച് ആ എൻകൂക്കിന് കൊടുത്തൊരു അസിസ്റ്റും ഇതിനു മുമ്പ് കാണിച്ച ചില പെർഫോമൻസുകളും overall involvement in his game has been nothing short of top level. Malo Gusto, what a signing. Aduthoru important signing this guy has been. Underperforming player enne sambandhichu has to go to Enzo Fernandez. Karanam Enzo Fernandezinte expectation vera level aayirunnu. Skill set undu, പക്ഷേ ഈ സീസണിൽ പെർഫോമൻസ് അണ്ടർവെൽമിംഗ് ആയിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ടീം മൊത്തത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാവാം, ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിച്ചുകൊണ്ടാവാം, എന്തുകൊണ്ടും ആയാലും എൻസോ ഫെർണാണ്ടസ് പിന്നെ പോരാത്തതിന് ഇഞ്ചുറി കൺസേണും. എൻസോ ഫെർണാണ്ടസിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത്? ആ ഒരു ഗോൾ ഒഴികെ, അതല്ലാണ്ട് ഒരു ലിവർപൂൾ പെർഫോമൻസ് ഒഴികെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ കിടു പെർഫോമൻസ് എൻസോ ഫെർണാണ്ടസിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഹീസ് ഗോട്ട് ദാറ്റ് സ്കിൽ, ഹീസ് ഗോട്ട് ദാറ്റ് ടാലന്റ്, ഹീസ് ഗോട്ട് ദി എബിലിറ്റി ആൻഡ് മെന്റാലിറ്റി. അടുത്ത സീസണിൽ തിരിച്ചു വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അണ്ടർ അച്ചീവിംഗ് പ്ലെയർ, അണ്ടർ പെർഫോമിംഗ് വേറെ, അണ്ടർ അച്ചീവിംഗ്. എനിക്ക് തോന്നുന്നു അണ്ടർ അച്ചീവ് ആയത് വേറെ ഒന്നുമല്ല നിക്കലസ് ജാക്സൺ. നമ്പേഴ്സ് വൈസ് നല്ലൊരു എൻഡ് ഓഫ് ദ സീസൺ ആയിരുന്നെങ്കിൽ തന്നെയും ഹി കുഡ് ഹാവ് അച്ചീവ്ഡ് മോർ. കിട്ടിയ ചാൻസസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നോൺ പെനൽറ്റി ഗോൾസ് തന്നെ പുള്ളിക്കാരന് ഒരു 18 കൂടുതലായെന്നുള്ളതിൽ യാതൊരു സംശയവുമല്ല. ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ആയിരുന്നെങ്കിൽ തന്നെ ടീമിന് ഒരുപാട് അസിസ്റ്റ് കൊടുക്കാമായിരുന്നു എന്നുള്ളതിലും യാതൊരു സംശയമില്ല. സോ ഫോർ മീ ഹി ഡെഫിനറ്റ്ലി ഹാസ് അണ്ടർ അച്ചീവ്ഡ്. സർപ്രൈസിംഗ് പ്ലെയർ എന്നെ സംബന്ധിച്ച് മോസ്റ്റ് സർപ്രൈസിംഗ് പ്ലെയർ, നമ്മൾ ആരും തന്നെ ഇതുവരെ പ്രശംസിക്കാത്ത ഒരു പ്ലെയർ ഹാസ് ടു ഗോ ടു പെട്രോവിച്ച്. കാരണം പെട്രോവിച്ച് വന്ന ആ സ്ലോട്ട് ഫില്ല് ചെയ്തതിൽ നമുക്ക് സത്യം പറയാൻ ഗോൾ കീപ്പറിൽ യെസ് ഇംപ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് ഡിസപ്പോയിന്റഡ് അല്ല. നമുക്ക് കെപ്പ ഉണ്ടായിരുന്നു, ഓർമ്മിപ്പിക്കണ്ടല്ലോ. മെൻഡി ആ UCL റണ്ണിൽ ഹി വാസ് ഫാന്റാസ്റ്റിക്. അതിനുശേഷം ഉണ്ടായ മെൻഡി ഹാസ് ബീൻ വെരി ഇൻകൺസിസ്റ്റന്റ്. മെൻഡിയുടെ കാലിൽ ബോൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. റോബർട്ട് സാഞ്ചസും വന്നു, പുള്ളിക്കാരനും ഇതുപോലെ തന്നെ ബോൾ കാലിൽ വരുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്.
പക്ഷെ പെട്രോവിച്ച് ആ ഒരു കാര്യത്തിൽ ഒരുപാട് നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. പെട്രോവിച്ച് ഗോൾ പോസ്റ്റിൽ ഉള്ളപ്പോൾ നമുക്കൊരു പേടി തോന്നുന്നില്ല. വി നോ ദാറ്റ് ഏരിയ ഇസ് കവേർഡ്. മേ ബി ആ ഒരു നെക്സ്റ്റ് ലെവൽ ഗോൾ കീപ്പർ അല്ലെങ്കിലും നമുക്കൊരു മനസമാധാനം തന്നിരിക്കുന്ന ഒരു പ്ലെയർ ആണ് പെട്രോവിച്ച് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഫോർ മീ ഐ എം ഗിവിംഗ് ഹിം ദ സർപ്രൈസിംഗ് പ്ലെയർ, അല്ലെങ്കിൽ സർപ്രൈസിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ. പിന്നെ സർപ്രൈസിംഗ് സൈനിങ് അല്ല, സർപ്രൈസിംഗ് പ്ലെയർ എന്നെ സംബന്ധിച്ച്. ഓക്കെ, ഇനി ബെസ്റ്റ് ഗോൾ. ഉഫ്, ഇത് ഭയങ്കര കോൺട്രവേഴ്ഷൻ ആണ്. കാരണം ബെസ്റ്റ് ഗോൾ പറയണമെന്നുണ്ടെങ്കിൽ എൻസോ ഫെർണാണ്ടസിന്റെ ഗോൾ പറയണം, റഹീം സ്റ്റേർലിംഗിന്റെ ഗോൾ പറയണം, നമ്മുടെ കോൾ പാൽമറിന്റെ ആ ബ്യൂട്ടിഫുൾ ലേ ഓഫ് ആ മറ്റേ ത്രൂ ബോൾ ഇട്ടിട്ട് മറ്റേ കട്ടൊക്കെ ചെയ്തിട്ടുള്ള ഗോൾ ലൂട്ടൺ ടൗണിനെതിരെയായിരുന്നു തോന്നുന്നു. കോൾ പാൽമറിന്റെ ഗോൾ, എവർട്ടനെതിരെ അടിച്ചൊരു ഗോൾ. ഒരുപാട് ചോയ്സസ് ഉണ്ട് ഈ സീസണിൽ. അത്രത്തോളം ഗോളുകളും നമ്മൾ അടിച്ചിട്ടുണ്ട്. കോണർ ഗാലഹറിന്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു, നല്ലൊരു ഗോൾ തന്നെയായിരുന്നു. അപ്പൊ സോ യെസ്, ഡെഫിനറ്റ്ലി യെസ്. ബട്ട് തന്റെ ആദ്യത്തെ ഗോൾ അവസാനത്തെ മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന 115 മില്യൺ സൈൻ ചെയ്ത കൈസഡോയ്ക്കായിരിക്കണം ദ ബെസ്റ്റ് ഗോൾ ഓഫ് ദ സീസൺ. വാട്ട് എ ഫാന്റാസ്റ്റിക് സ്ട്രൈക്ക് ആയിരുന്നു സത്യം പറഞ്ഞ, ലോങ് ഡിസ്റ്റൻസ് സ്ട്രൈക്ക്. കൈസഡോ വിൻസ് ദി അവാർഡ് ഫോർ മീ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായം ഉണ്ടാവും. അബ്സല്യൂട്ട്ലി നോട്ട് എ വറി. പ്ലീസ് ഡു പുട്ട് ദാറ്റ് അക്രോസ്. വേഴ്സ്റ്റ് ടീം പെർഫോമൻസ് ഈ ഒരു സീസണിൽ. വേഴ്സ്റ്റ് ടീം പെർഫോമൻസ് സത്യം പറഞ്ഞ ഒരുപാടുണ്ട്. ആർസണലിനെതിരെ തോറ്റ കളി, ദാറ്റ് വാസ് വേഴ്സ്റ്റ്. പിന്നെ കാരബാവോ കപ്പിൽ ശരിക്കും പറഞ്ഞാൽ വേഴ്സ്റ്റ് പെർഫോമൻസ് ആയിരുന്നില്ല, പക്ഷെ എക്സ്ട്രാ ടൈമിൽ വി ഡെഫിനറ്റ്ലി മെന്റാലിറ്റി വൈസ് വി വെർ പുവർ. വുൾഫ്സിനെതിരെ നമ്മൾ തോറ്റ ഒരു വേഴ്സ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വി ഹാഡ് ബേൺലി, വി ഹാഡ് ഷെഫീൽഡ് യുണൈറ്റഡ്. ഇതൊക്കെ ഒരു കണക്കിന് ഈ സീസണിൽ ഹാസ് ടു ബി സം ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസസ്. മേ ബി വുൾഫ്സ് ആയിട്ടുള്ള തോൽവി വുഡ് ടോപ്പ് ദ ലോട്ട് ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ് അലോൺ എന്നെ സംബന്ധിച്ച്. ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ സീസൺ നമുക്ക് ഒരുപാടില്ലെങ്കിലും ഐ തിങ്ക് വെസ്റ്റ് ഹാമിനെതിരെയുള്ള ജയം വെസ്റ്റ് ഹാം ആണോ? അതെ, വെസ്റ്റ് ഹാമിനെതിരെയുള്ള ജയം ഡെഫിനറ്റ്ലി പിക്സ് ദ ലോട്ട് ഇൻ ടേംസ് ഓഫ് ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ സീസൺ. ഇനി നമുക്ക് പ്ലെയർ റേറ്റിംഗിലേക്ക് വരാം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോകാം. സാൻചസിനെ ഞാൻ റേറ്റ് ചെയ്യുന്നില്ല, അധികം ഒരുപാട് കളിച്ചിട്ടില്ല. ലെറ്റ്സ് സ്പീക്ക് അബൌട്ട് പെട്രോവിച്ച് ഞാൻ പറഞ്ഞ മോസ്റ്റ് സർപ്രൈസിംഗ് പ്ലെയർ ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നമുക്ക് ഗിവ് ഹിം കുറച്ച് ഹൈ റേറ്റിംഗ്, 8 out of 10. കുറെ കൂടെ പാസിംഗിൽ കുറെ കൂടെ ഇംപ്രൂവ്മെന്റ് വരുത്താനുണ്ടെങ്കിൽ തന്നെയും ഐ തിങ്ക് ഹീസ് ബീൻ വെരി വെരി സോളിഡ് അറ്റ് ദ പോസ്റ്റ്. സോ 8 out of 10 ഫോർ മീ. തിയാഗോ സിൽവ അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് തിയാഗോ സിൽവ. പിന്നെ കുറെ നാൾ നമ്മൾ തിയാഗോ സിൽവ ഇല്ലാണ്ട് തന്നെ ഗോൾ കൺസിഡർ ചെയ്തു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി മേ ബി ഇറ്റ്സ് നോട്ട് തിയാഗോ സിൽവ. സോ ബട്ട് തിയാഗോ സിൽവാസ് പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ഹാസ് ബീൻ എക്സലന്റ്. 8 out of 10. ബാദിയ ഷെൽ 6 out of 10. കാരണം ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കി. പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഹീസ് കം ബാക്ക് ഈവൻ ബെറ്റർ. അപ്പൊ അതുകൊണ്ട് മേ ബി 7 out of 10 കൊടുക്കാം. പക്ഷെ അത് കുറെ കൂടെ റീസൻസി ബയസ് ആവാം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് 6 out of 10. ദിസാസി കുഡ് ബി എ കോൺട്രവേഴ്സി. സിറ്റിക്കെതിരെയുള്ള പെർഫോമൻസ് വാസ് ടോപ്പ് നോച്ച്. 9 out of 10 പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഓവറോൾ സീസണിൽ വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ദിസാസി ഓൾസോ ഹാഡ് എ ഡിസപ്പോയിന്റിംഗ് സീസൺ. അപ്പോ മുഡ്രിക്, സ്റ്റേർലിംഗ്, ദിസാസിനെ നമുക്ക് ആ പേരിൽ ഇടേണ്ടി വരും. ഐ എം ഗോണ ഗിവ് ഹിം എ 5 out of 10 ഫോർ ദിസാസി. ചാലബ സർപ്രൈസിംഗ് ഇംപ്രൂവ്ഡ് പ്ലെയർ ആണ്. നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്തു. റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് സെന്റർ ബാക്ക്, ഒരുപാട് വേഴ്സറ്റാലിറ്റി ഓപ്ഷൻസ് ചെൽസിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഫോർ മീ. അതുകൊണ്ട് മാത്രം തന്നെ 7.5 out of 10 ഞാൻ റേറ്റ് ചെയ്യുകയാണ്. മാർക്ക് കുക്രയ ഡെഫിനറ്റ് സർപ്രൈസ് ടുവേർഡ്സ് ദി എൻഡ്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവസാന സീസണൊക്കെ മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 7.5 നമുക്ക് കൊടുക്കാമായിരുന്നു, ലാസ്റ്റ് മത്സരങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ. അതല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു 6.5 out of 10. പക്ഷേ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കില്ല പുള്ളിക്കാരന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സോഴ്സ്. മേ ബി ഹീസ് എൻ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആഫ്റ്റർ ഓൾ. ബട്ട് 6.5 out of 10 അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ 5.5 ആയനെ. അവസാനത്തെ 2-3 മത്സരമില്ലെങ്കിൽ അവസാനത്തെ മത്സരങ്ങൾ മാത്രമായിരുന്നെങ്കിൽ 7.5 ആയനെ. അപ്പൊ രണ്ടിന്റെയും ബാലൻസ് വെച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഒരു 7.5. ചിൽവെൽ അവൈലബിളേ ആയിരുന്നില്ല. 5 out of 10. പ്രറ്റി ഡിസപ്പോയിന്റിംഗ് സീസൺ ഫോർ ചിൽവെലിനെ നമുക്ക് കൂട്ടാം ഡിസപ്പോയിന്റിംഗ് സീസണിലുള്ളത്. മാലോ ഗുസ്റ്റോ ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. ചില കളികൾ മേ ബി ഹാസ് ബീൻ എ ലിറ്റിൽ ബിറ്റ് ഇൻകൺസിസ്റ്റന്റ്. പക്ഷേ ഹിസ് കോൺട്രിബ്യൂഷൻ, absence of Reece James, first time in this league, പ്രായം വെച്ച് നോക്കാൻ നേരത്തെ മച്ചാനെ that has got to be an 8 out of 10 performance for Malo Gusto എന്നെ സംബന്ധിച്ച്. Reece James has been completely absent. പക്ഷെ വന്ന കളിയിൽ he's taken a red card. That's been ridiculous. 3 out of 10 for me is for Reece James. Caicedo മച്ചാനെ, the improvement has been massive. കോണർ ഗാലഹറിന്റെ ഇംപ്രൂവ്മെന്റിനെ വെച്ച് കൈസഡോനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് I think Caicedo had a massive influence over the game. Last minute goal has been excellent. പക്ഷെ പുള്ളിക്കാരന് കുറച്ച് സമയം വേണ്ടി വന്നു ആ ടീമിലേക്കും ആ കളിയിലേക്കും വളർന്നു വരാൻ. 7.5 out of 10. കോണർ ഗാലഹർ ഫുൾ മീ
ബിക്കോസ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ 8 ഔട്ട് ഓഫ് 10, യാതൊരു സംശയമില്ല. എൻസോ ഫെർണാണ്ടസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു ഈ ഒരു സീസൺ. 6 ഔട്ട് ഓഫ് 10. കുറച്ച് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ, സ്നേഹം ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർ മീ ഇറ്റ്സ് ഗോണ ബി 5 ഔട്ട് ഓഫ് 10. പിന്നെ ആരെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടോ? കാർണെ ചുക്വമെക്ക അൺഅവൈലബിൾ ആയിരുന്നു മേജർ ഓഫ് ദ സീസണിൽ. മിഡ്ഫീൽഡിൽ ഞാൻ വെച്ച് തിങ്ക് ചെയ്യുകയാണെന്നുണ്ട്. സോ ഫോർ മീ കാർണെ ചുക്വമെക്കനെ റേറ്റ് ചെയ്യണത് ശരിയല്ല. എൻകുങ്കുനെ അതുപോലെ റേറ്റ് ചെയ്യണത് ശരിയല്ല. പക്ഷേ ഹി ഈസ് ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു എ ഗോൾ. അവസാനത്തിൽ അവൈലബിൾ ആയിരുന്നു. സോ റേറ്റ് ചെയ്യണമെങ്കിൽ റേറ്റ് ചെയ്യാം, പക്ഷേ എഗൈൻ റേറ്റ് ചെയ്യണത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ റീസ് ജെയിംസിനെ റേറ്റ് ചെയ്യണത് ശരിയല്ല. ഹൗഎവർ ആ റെഡ് കാർഡ് ഹാസ് ബീൻ അബ്സല്യൂട്ട് നോൺസെൻസ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോണി മാഡോയ്ക്ക് ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ കളിച്ച സമയത്തൊക്കെ നല്ല റിട്ടേൺസ് വന്നു. ഹി ഹാസ് ഷോൺ ദാറ്റ് ഗ്ലിംസസ്, പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ഹാസ് ബീൻ ലാക്കിംഗ്. എന്നാലും നല്ല റിട്ടേൺസ് ആയിരുന്നു നോണി മാഡോയ്ക്കെ സംബന്ധിച്ച്. ഫോർ മീ ഇറ്റ്സ് 7 ഔട്ട് ഓഫ് 10. കോൾ പാൾമർ നോ ഡൗട്ട് ഫോർ മീ ഹാസ് ബീൻ ദ ടോപ്പ് പ്ലെയർ. ഇതിൽ കൂടുതൽ ഒരു പ്ലെയറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ കോൾഡ് ആസ് മെസ്സി. ഫോർ മീ കോൾ പാൾമർ ഹാസ് ടു ഗോ വിത്ത് 10 ഔട്ട് ഓഫ് 10. That this been absolutely perfect season for Cole Palmer. So Cole Palmer എന്നെ സംബന്ധിച്ച് has to go for 10 out of 10. നിക്കലസ് ജാക്സൺ കോൺട്രവേഴ്ഷ്യൽ. എനിക്ക് സത്യം പറഞ്ഞ മനസ്സ് 6 ഔട്ട് ഓഫ് 10 കൊടുക്കണം എന്നാണ്. പക്ഷെ നമ്പേഴ്സും റിട്ടേൺസും വെച്ച് നോക്കാൻ നേരത്തെ അതിലുപരി തന്ന സ്ഥിതി ആയതുകൊണ്ട് ഫസ്റ്റ് സീസൺ മാലഗുസോനെ പോലെ തന്നെ ഫസ്റ്റ് സീസൺ എല്ലാവരെയും പോലെ തന്നെ 7 ഔട്ട് ഓഫ് 10 പെർഫോമൻസ് തന്നെയാണ്. ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് ജാക്സൺ. അത് ഇംപ്രൂവ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. സ്റ്റേർലിംഗ് പ്രിറ്റി ഡിസപ്പോയിന്റിംഗ് 5 ഔട്ട് ഓഫ് 10. ഈ മൊത്തം സീസൺ എടുത്ത് നോക്കാൻ നേരത്തെ ഒരു എക്സ്പീരിയൻസ് പ്ലെയറിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതല്ല സ്റ്റേർലിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേർലിംഗ് ഷുഡ് ഹാവ് ബീൻ അവർ കോൾ പാൾമർ, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. സോ ഫോർ മീ സ്റ്റേർലിംഗ് ഡസൻ ഡിസേർവ്. ഒരുപാട് ഈ അവസാനത്തെ 2-3 കളികൾ മാത്രം എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടില്ല. സോ ഫോർ മീ സ്റ്റേർലിംഗ് ഇസ് ഗോണ ഗോ ഫോർ 5 ഔട്ട് ഓഫ് 10. പിന്നെ പ്ലേയേഴ്സ് ലാബിയ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫൊഫാന കളിച്ചിട്ടുണ്ടായിരുന്നില്ല, ലെസ്ലി ഒഗോചുക്കു ചെറിയൊരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കളിയിൽ ഒരു സ്പാർക്കിൾ ഓഫ് പെർഫോമൻസ് കണ്ടായിരുന്നു, അതിനെക്കുറിച്ച് എടുത്ത് പ്രശംസിക്കേണ്ട കാര്യമില്ല. കാസഡെ ഹാസ് ബീൻ പ്രിറ്റി ഡീസെന്റ് കമ്മിങ് ഓഫ് ദ ബെഞ്ച്. നമുക്ക് വേണ്ടി ഒരു സ്റ്റെബിലിറ്റി ഒരു പക്ഷേ കാസഡെ കൊണ്ടുവന്നിട്ടുണ്ടാകും, പക്ഷെ എന്നാലും കാസഡേനെ റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. ബ്രോയ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കളിച്ചിട്ടുണ്ടായില്ല. ഡേവിഡ് വാഷിംഗ്ടൺ ബെഞ്ചിൽ ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ, കളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് കളിക്കാണ്ടിരുന്നിട്ടുണ്ട് ഈ ഒരു സീസണിൽ. ഒരുപാട് പ്ലേയേഴ്സ് ഇഞ്ചോർഡ് ആയിരുന്നിട്ടുണ്ട് സീസണിൽ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒരു സംശയം വേണ്ട, 3 ഔട്ട് ഓഫ് 10 ഹാസ് ബീൻ അബ്സല്യൂട്ട്ലി ഹൊറിബിൾ. ഒരുപാട് പ്ലേയേഴ്സ് ഔട്ട് ആയിരുന്നു. ഒരു സമയത്ത് 14 പ്ലേയേഴ്സ് നമുക്ക് അൺഅവൈലബിൾ ആയിരുന്നു. ബെഞ്ച് മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഫുൾ യങ്സ്റ്റേഴ്സ് ആയിരുന്നു ഒരു കളിയിൽ, എവർട്ടനെതിരെയുള്ള മത്സരത്തിൽ. അപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് 3 ഔട്ട് ഓഫ് 10. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും ഇത്രയും ഇഞ്ചുറീസ് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് അങ്ങോട്ടാണ് പോകുന്നത്. സോ ഫോർ മീ 3 ഔട്ട് ഓഫ് 10. Now comes the main man, the leading man, the head coach, Pochettino. For me, Pochettino has been 6 out of 10. ടോപ്പ് 6ലേക്ക് എത്തിച്ചു, അതുകൊണ്ട് 6 ഔട്ട് ഓഫ് 10. മേ ബി ഒരു ഡൊമസ്റ്റിക് ടൈറ്റിലും കൂടെ തന്നിരുന്നെങ്കിൽ ഒരു 7.5 10 ഔട്ട് ഓഫ് 10 കൊടുത്തേനെ. പക്ഷെ ലോട്ട് ഓഫ് ഇൻകൺസിസ്റ്റൻസി വിത്തിൻ ചെൽസി. അവസാനത്തെ കുറച്ച് പെർഫോമൻസ് മാത്രം കണ്ട് നമ്മളിങ്ങനെ തല പോയിക്കേണ്ട കാര്യമില്ല. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു ടീമിൽ. പക്ഷെ ഒരു കണക്കിന് ടുവേർഡ്സ് ദി എൻഡ് അതൊക്കെ നികത്തി ആ ടീമിനെ മൊത്തത്തിൽ യോജിപ്പിച്ച് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു പ്രശംസനീയമായ ഒരു കാര്യം തന്നെ. ഒരു സമയത്ത് 11 12 സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ 6 സ്ഥാനത്തെത്തി. വി ഹാവ് ഗോട്ട് ദി യൂറോപ്പ് ക്വാളിഫിക്കേഷൻ. പക്ഷെ ദിസ് ടീം ഹാഡ് ദ ക്വാളിറ്റി ടു ബി ഇൻ ടോപ്പ് 4. പ്ലെയർ അൺഅവൈലബിലിറ്റി ഒരു ഇഷ്യൂ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട്. മേ ബി എൻകുങ്കു ഇതിനു മുമ്പ് അവൈലബിൾ ആയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സീൻ മോർ കോൺട്രിബ്യൂഷൻ. ഐ ഡോണ്ട് നോ. പക്ഷേ പോച്ചറ്റിനോ ഫോർ മീ ഹാസ് ബീൻ 6 ഔട്ട് ഓഫ് 10. ഓവറോൾ ചെൽസി ബോർഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് സൈനിങ്സ്, ഗുഡ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ബോട്ട് ഇൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. മേ ബി വി മിസ്ഡ് എ സ്ട്രൈക്കർ. മേ ബി അവർ കൂടുതലും ജാക്സന്റെ മേലിൽ കൂടുതൽ എക്സ്പെക്ടേഷൻ ഇട്ടുണ്ടായിരുന്നു. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് വെരി വെരി ക്ലിയർ വി മിസ്ഡ് എ സ്ട്രൈക്കർ. ഇഞ്ചുറീസ് ഒന്നും അവരുടെ തലയിൽ കൊണ്ടിട്ടുന്നതിൽ കാര്യമില്ല. കോൾ പാൾമറിനെ കൊണ്ടുവന്നു, ഗുസ്റ്റോനെ കൊണ്ടുവന്നു, കൈസഡോ വാസ് ബീൻ എക്സലന്റ്. സോ ഓവറോൾ ഫോർ മീ ദ ബോർഡ് ഡിഡ് റിയലി വെൽ. ഒരു 7.5 ഔട്ട് ഓഫ് 10. പക്ഷേ സ്ട്രൈക്കർ വാസ് എ മേജർ മിസ്. അതായിരുന്നുണ്ടെങ്കിൽ ഒരു 8.5 അല്ലെങ്കിൽ 9 ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ 7.5 ഔട്ട് ഓഫ് 10 ടു ബിൽഡ് ദ റെസ്റ്റ് ഓഫ് ദ ടീം എന്നുള്ളതിൽ സംശയമില്ല. ഒരു പ്ലെയറിനെ മറന്നുപോയി, ലിവായ് കോൾവെൽ അവൈലബിൾ ആയിരുന്നു. കുറച്ച് പെട്ടെന്ന് ഞാൻ ഓർത്തത് ലിവായ് കോൾവെലിനെ ഞാൻ മറന്നുപോയി. ലിവായ് കോൾവെൽ ഐ തിങ്ക് ഓൺ എൻഡ് ഓഫ് സീസൺ 6 ഔട്ട് ഓഫ് 10 വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇതൊക്കെയാണ് ഇത്രയും പ്ലേയേഴ്സ് ഉള്ളപ്പോൾ പ്ലേയേഴ്സിനെ മറന്നു പോകാനുള്ള ഒരു സാധ്യത കുറവ്. അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ ബോർഡ് ഡിസ്കഷൻ. സോ ഓവറോൾ ഐ തിങ്ക് ബോർഡ് ഡിഡ് ഡീസെന്റ് ഇൻ ടേംസ് ഓഫ് ദ റിക്രൂട്ട്മെന്റ്. സ്ട്രൈക്കറും കൂടെ വന്നിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ icing on the cake. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Karan.